ടെർബോ ജോസ്, ആ പേര് തന്നെ എന്നാ പവറാ. ടെർബോ ജോസ് എന്ന ക്യാരക്ടർ മമ്മൂക്ക ചെയ്യുമ്പോൾ മമ്മൂക്ക നമ്മൾ ഇത്രയും നാൾ ഇപ്പൊ ഷൈലോക്ക്, രാജമാണിക്കം, അതുപോലെ മമ്മൂക്ക പോക്കിരിരാജ് ഒത്തിരി ഭയങ്കര മാസ് പടങ്ങളിലിട്ടു. ഷൈലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ആ ബാക്കിൽ കാണുന്ന കറുത്ത ഷർട്ട്, അത് കാണുമ്പോഴേ എനിക്ക് ഷൈലോക്ക് ഓർമ്മ വരുന്നത്. അതിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് ടെർബോയിലെ ജോസ് എന്ന ക്യാരക്ടർ? ഇതിന്റെ സിനാരിയോ ആണ്. ആ സിനിമകളിൽ ആ ക്യാരക്ടേഴ്സ് സഞ്ചരിക്കുന്ന സന്ദർഭങ്ങളല്ല ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ അകത്ത് ടോട്ടലി ടെർബോ ജോസിന്റെ ചെന്നപ്പെടുന്ന സാഹചര്യങ്ങളും ക്യാരക്ടേഴ്സും എല്ലാം ടോട്ടൽ അത് തന്നെയാണ് ഈ പടത്തിനെ വ്യത്യസ്തമാക്കുന്നത്. പിന്നെ അത് നോക്കി കഴിഞ്ഞാൽ ഒരു സിമിലർ ടെംപ്ലേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, ആ ഒരു മാസ് മസാല ജോണർ സിമിലർ ആണ്. പക്ഷെ ടെർബോ ജോസ് അവരാരും ഷൈലോക്ക് ചെന്ന് പെട്ട സ്ഥലത്തോ രാജമാണിക്യം ചെന്ന് പെട്ട സ്ഥലത്തോ പോക്കിരിരാജയിലെ അത് ആ സിനാരിയോ അല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ആറ്റിറ്റ്യൂഡ് എന്താ പറഞ്ഞ ആ ഒരു ഒരു മാച്ചോ ഇതുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ടെർബോ എന്ന് പേരിട്ടിരിക്കുന്നത്. ടെർബോ എഞ്ചിൻ ഓൺ ചെയ്ത പോലെ ഇരിക്കും, അതുകൊണ്ടാണ് ടെർബോ ജോസ് എന്ന് പേരിട്ടിരിക്കുന്നത്. അതെ, അട്ടി തുടങ്ങിയാൽ ആ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അത് ട്രെയിലറിൽ തന്നെ പറയുന്നില്ലേ, ഞാനിവിടെ വീഴുവാണേ എൻ്റെ കൂടെ ഒരു 10-15 പേരും കൂടി ഉണ്ടാവും എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതാണ് ടെർബോ ജോസിന്റെ ആറ്റിറ്റ്യൂഡ്. പുള്ളിയുടെ ഇതിൻ്റെ അകത്ത് പുള്ളി മീറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സും പുള്ളി ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതാണ് ടെർബോ എന്ന് പറഞ്ഞപ്പോൾ സിനിമയും വ്യത്യസ്തമാക്കുന്നത്.